Hello all my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. നിങ്ങൾ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്. എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് 3 ഗ്രൂപ്പ്സ് കാണാൻ സാധിക്കും. ഓരോ ഗ്രൂപ്പിലും ഓരോ സ്പെഷ്യൽ ആയിട്ടുള്ള മെസ്സേജ് നിങ്ങൾക്ക് ഉണ്ടാവും. സോ നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പിനോടാണോ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അത് സെലക്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള മെസ്സേജ് അതിൽ നിന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഓൾറൈറ്റ്, let's start with group number 1. Hey, group number 1, what is next in your life? എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്, എന്താണ് നിങ്ങൾക്ക് ഉള്ള വളരെ സ്പെഷ്യൽ മെസ്സേജ് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. സോ ഗ്രൂപ്പ് നമ്പർ 1, ബിഫോർ ദ റീഡിങ് ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ട് എനിക്ക് ഈ സ്റ്റോൺ കാണുന്ന സമയത്ത് ഒരു ആനയുടെ മസ്തിഷ്കം പോലെയാണ് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഐ എം നോട്ട് ഷുവർ നിങ്ങൾക്ക് അത് എത്രമാത്രം കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത്. സോ ഒരു എടുപ്പുള്ളൊരു ആന അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ആന ഉണ്ടല്ലോ, അങ്ങനെ വളരെ എടുപ്പുള്ള ഒരു ഗജവീരനായിട്ട് അല്ലെങ്കിൽ അതുപോലത്തെ ഒരു വ്യക്തി, അതുപോലത്തെ ചില മാറ്റം, ഒറ്റക്കൊമ്പൻ എന്നൊക്കെ പറയുന്നത് പോലെ ഒറ്റയ്ക്ക് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ പ്രൗഡി ആയിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കണം. സോ ഡെഫിനറ്റ്ലി അങ്ങനത്തെ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓൾറൈറ്റ്, ചേഞ്ച് വരും എന്നുള്ളതല്ല, നിങ്ങൾ അങ്ങനെ എവിടെയെങ്കിലും തല താഴ്ത്തി നിന്നിട്ടുള്ള അവസരങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി വളരെ തലയെടുപ്പോടുകൂടി നിൽക്കാൻ പോകുന്ന ദിവസത്തിലേക്കാണ് നിങ്ങൾ വരുന്നത്. സംഭവിക്കുമായിരിക്കും എന്നുള്ളതല്ല, എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതല്ല, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള സൈക്കിക് മെസ്സേജ് നോക്കാം. Keys in a dream, the scent of new wall, blessings hidden in empty rooms, the change arrives barefoot, not knocking. വളരെ ഡീപ്പ് ആയിട്ടുള്ള മീനിങ് ഉള്ള മെസ്സേജ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ എംപ്റ്റി ആയിട്ടുള്ള പ്ലേസിന് മേ ബി ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങളുടെ പ്ലേസ് വളരെ എംപ്റ്റി ആയിരിക്കാം. നിങ്ങൾ അങ്ങനത്തെ ഒരു പ്ലേസിൽ നിന്നായിരിക്കാം ചില കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. കീസ് ഇൻ എ ഡ്രീം, നമുക്കത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാനുള്ളതും അല്ലെങ്കിൽ പല കാര്യങ്ങളും തുറക്കാനുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. അത് നിങ്ങളുടെ ഐഡിയാസ് ആയിരിക്കാം, നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, നിങ്ങളുടെ ഒരു ഹോപ്പ്, നിങ്ങളുടെ വിശ്വാസമായിരിക്കാം, നിങ്ങളെ ലീഡ് ചെയ്യുന്നുണ്ടായിരിക്കാം, ഓർ നിങ്ങൾ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ തോന്നുന്ന കാര്യങ്ങളാണ് നിങ്ങളെ മുന്നോട്ട് ലീഡ് ചെയ്യുന്നത്. അതാണ് നിങ്ങളുടെ ലൈഫിന്റെ പല വാതിലുകളും തുറക്കാനുള്ള കീ, അല്ലെങ്കിൽ പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഒരു കീ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾറെഡി വിത്തിൻ യു. ഓൾറൈറ്റ്, സോ അതാണ് നിങ്ങളെ എടുപ്പോട് കൂടിയിട്ട് നിർത്തുന്നുണ്ടായിരിക്കുക. ഇപ്പൊ നമുക്ക് ഒന്നുമില്ലാത്തൊരു പ്ലേസിലും നമ്മൾ കംപ്ലീറ്റ്ലി അടിപതറിയിട്ടുള്ള പ്ലേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ആത്മവിശ്വാസമാണ് അവിടെയൊക്കെ നമ്മളെ സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിർത്തുക, അല്ലെ? ചില ആളുകളെ പോലെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും വളരെ ആത്മവിശ്വാസത്തോടു കൂടി പിടിച്ചു നിന്ന് അതിന്ന് രക്ഷപ്പെടുന്ന ആളുകളുണ്ട്. സോ നിങ്ങൾ അങ്ങനെയാണ് നിങ്ങളുടെ ലൈഫ് ഈ ഒരു സമയം റിലേറ്റ് ചെയ്യേണ്ടത്. ഓൾറൈറ്റ്, സോ ഒന്നുമില്ലാത്ത പ്ലേസ് എന്ന് നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് എക്സാക്ട്ലി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിലും പറയാം. മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് നഗ്നപാതമായിട്ടാണ് വരുന്നത്. ഓൾറൈറ്റ്, അതിന് മുൻകൂറായിട്ട് നിങ്ങൾക്ക് ഒന്നും കാണിച്ചു തരില്ല, അല്ലെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ മാറ്റങ്ങൾ വരാൻ പോവാണെന്നുള്ള യാതൊരു സൈനും നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളുടെ മാറ്റം ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ അങ്ങനെ ചില കാര്യങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ ഒരു സൈൻ, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സൈനോ അല്ലെങ്കിൽ നമുക്ക് ചില സമയത്ത് നമ്മുടെ ലൈഫിൽ മാറ്റം വരാൻ പോവാണെന്നുള്ള ചില കൺഫർമേഷൻ നമുക്ക് തന്നെ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ സൈൻ ഉണ്ടായിരിക്കണം. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒന്നുമില്ലാത്ത പ്ലേസിൽ നിന്ന് നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിൽ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ നടന്നു പോകുന്നത്, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് അതുപോലത്തെ മാറ്റങ്ങളാണ്. ഓൾറൈറ്റ്, അതൊന്നും ഇങ്ങനെ മുട്ടി വിളിക്കുന്നത് പോലും ഇല്ല. ഈ സമയത്ത് പല കാര്യത്തിലേക്ക് നിങ്ങളുടെ ലൈഫ് ലീഡ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് ഓപ്പൺ ചെയ്യാനുള്ള കീ നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഓൾറൈറ്റ്, നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ കുറെ ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങളുടെ ഇഷ്ടങ്ങള്, നിങ്ങളുടെ താല്പര്യങ്ങള്, നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാവുന്ന വിശ്വാസങ്ങള്, ഈ ഒരു സമയത്ത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങള്, ഇന്റൻഷനലി മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങള്, ഓക്കെ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ കണക്ട് ചെയ്യുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങള്, ഫോക്കസ് ഓൺ ദാറ്റ്. Alright, so let's say എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ
നഗ്നപാതമായിട്ട് കടന്നു വരാൻ പോകുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഒരു വെയിറ്റ് അവിടെ ഉണ്ടാവുന്നില്ല, ഓർ നിങ്ങൾക്ക് അങ്ങനെ ഒരു സൈനിന്റെ ആവശ്യം ഉണ്ടാവുന്നില്ല. ഓക്കെ, സോ മാറ്റം നിങ്ങൾ അങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത്. പ്രോസ്പെരിറ്റി ബിഗിൻസ്. യാത്രയുടെ ഭാഗമായിട്ട് ഓർ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ചില ആളുകളെ നിങ്ങൾ പരിചയപ്പെടുന്നുണ്ടായിരിക്കും. അതാണ് നിങ്ങളുടെ ലൈഫിലെ ചില ബ്ലെസ്സിങ്സ് ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടായിരിക്കാം. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഏതെങ്കിലും ഷെയർ ചെയ്യുന്ന വണ്ടിയിൽ യാത്ര ചെയ്യുന്നു, ആൻഡ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ചില കാര്യങ്ങൾ വരുന്നു, ഐഡിയാസ് വരുന്നു, ചില ആളുകളെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നു. അത് നിങ്ങൾ ലൈഫ് ലോങ് നിങ്ങളുടെ ഭാഗമാക്കാൻ പോകുന്ന ഒരു കാര്യം കൂടി ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അടുത്തതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ഇപ്പൊ നിങ്ങൾ നോക്കുന്നുണ്ടായിരിക്കണം, പല കാര്യങ്ങളും നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരിക്കണം, പക്ഷെ നിങ്ങൾ അന്വേഷിക്കുന്ന ഒരു വഴിയിൽ കൂടി ആയിക്കൊള്ളണമെന്നില്ല ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടായിരിക്കാം. സോ റിലേഷൻഷിപ്പിലേക്കൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന ആളുകളോ, അല്ലെങ്കിൽ നിങ്ങൾ അതൊക്കെ മേ ബി ലൈക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ നോക്കുന്നുണ്ടാവില്ല. കാരണം നിങ്ങൾ ചില കാര്യങ്ങൾ എന്താണോ നിങ്ങളുടെ ലൈഫിൽ എംപ്റ്റി ആയിട്ട് കിടക്കുന്നത്, നിങ്ങൾ പ്രത്യേകിച്ച് ശൂന്യമായിട്ട് കിടക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം. നിങ്ങളുടെ ലൈഫിന്റെ ചില ഏരിയാസിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒന്നും ഉണ്ടാവില്ല. ഒന്നുകിൽ നിങ്ങൾ അവിടെ നിന്ന് ഒന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല, ഓർ നിങ്ങൾക്ക് അവിടെ ഒന്നും ഫില്ല് ചെയ്യാൻ തോന്നിയിട്ടുണ്ടാവില്ല. നിങ്ങളുടെ അത്ര കാലമായിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ടോ സിറ്റുവേഷൻസ് കൊണ്ടോ അവിടെ ഒന്നും ഇല്ലാതെ കിടന്നിട്ടുള്ള പ്ലേസിൽ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എത്തുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ മാനിഫെസ്റ്റ് ആവുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് അഗൈൻ നമ്പർ 1 ഇസ് എ കൺഫർമേഷൻ. നിങ്ങൾ എന്തോ ഒരു കാര്യം പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കാം, ജോബിലായിരിക്കാം, ഓർ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ആരെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം. ഓക്കെ, സോ അത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഹോപ്പോ ഒന്നുമല്ല, നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു കാര്യത്തിലേക്ക് പോവുകയാണെന്നുള്ളതാണ്. ഓക്കെ, സോ അങ്ങനത്തെ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അഗെയിൻ നമ്പർ 1 ഇസ് എ കൺഫർമേഷൻ. നിങ്ങളുടെ ലൈഫിൽ ഒരു സ്ട്രോങ് ബേസ് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾക്ക് വീട് റിലേറ്റഡ് ആയിട്ടൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എവിടെ സെറ്റിൽ ചെയ്യണം, അങ്ങനത്തെ ചില കാര്യങ്ങൾ പുതിയ രീതിയിൽ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് അഗെയിൻ നിങ്ങൾ വീണ്ടും ഒരു കാത്തിരിപ്പിന്റെ ആവശ്യം അവിടെ ഉണ്ടാവുന്നില്ല. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഒരു വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്നായിരിക്കാം നിങ്ങൾക്ക് പ്രോപ്പർട്ടി ശരിയാവുന്നുണ്ടായിരിക്കുക, പെട്ടെന്നായിരിക്കും നിങ്ങൾ വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക, പെട്ടെന്നാണ് തീർക്കുന്നത്. ഓക്കെ, ഫിനിഷ് ചെയ്യുന്നത്, അത് പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ, ആൻഡ് അത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് ടൈം എടുക്കാതെ തന്നെ. വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? Destiny. And again, number 10, you can consider as number 1. Alright, destiny. See, നമ്മുടെ ഡെസ്റ്റിനിയിലുള്ള ചില കാര്യങ്ങളൊക്കെ അതൊരു മുന്നറിയിപ്പും കൂടി ആയിരിക്കും നമ്മുടെ ലൈഫിലേക്ക് വരുന്നുണ്ടായിരിക്കുക, അല്ലെ? സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ നിങ്ങൾ കണക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങളെന്ന വ്യക്തിയെ ഒരുപാട് ഫുൾഫിൽ ചെയ്യുന്ന ചില കാര്യങ്ങളായിരിക്കാം. നിങ്ങളെന്ന വ്യക്തി ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങളും മാറ്റങ്ങളും ഒക്കെ ആയിരിക്കാം. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ഫീൽ തരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ എസ്പെഷ്യലി നിങ്ങൾ ജോബിന് വേണ്ടിയിട്ടോ ഫൈനാൻഷ്യലി, വീട്, പ്രോപ്പർട്ടി, റിലേഷൻഷിപ്പ്, ഇതൊക്കെ നിങ്ങൾക്ക് ഈ വരുന്ന കുറച്ച് സമയത്തേക്ക് വെരി നിയറസ്റ്റ് ഫ്യൂച്ചറിൽ അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്കത് വേണ്ട രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? വാട്ട് യു ക്യാൻ എക്സ്പെക്ട്? ഹോപ്പ്. ഇറ്റ്സ് നോട്ട് ഹോപ്പ്. ഹോപ്പിന്റെ കൂടെ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ആത്മവിശ്വാസമാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രൗഡ് ആയിട്ടുള്ള എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആരുടെ മുന്നിലും തല കുനിച്ച് നിൽക്കുന്നില്ല, അതാണ് നിങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു മാറ്റം അല്ലത്. സോ ഈ സമയം നിങ്ങൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണോ ആരുടെങ്കിലും മുന്നിലോ അല്ലെങ്കിൽ ചില സിറ്റുവേഷനിലോ നിങ്ങൾക്ക് നിങ്ങളുടെ തല കുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കും. ഓക്കെ, അതെങ്ങനെ വരും? നിങ്ങൾ കാത്തിരിക്കുക, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുക, അങ്ങനെയല്ല. സോ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കും. എന്തുകൊണ്ടാണോ നിങ്ങൾ ഈ ഒരു സമയത്ത് സ്ട്രഗിൾ ചെയ്യുന്നത്, അത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. ആളുകൾ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഫൈനാൻഷ്യലി, പ്രോപ്പർട്ടി, നിങ്ങളുടെ ഫാമിലിനോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക്
ആ ഒരു കാര്യത്തിൽ നിന്ന് തലയെടുപ്പോട് കൂടിയിട്ട് നിൽക്കാൻ സാധിക്കും. ചില ആളുകൾക്കുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ സത്യാവസ്ഥ നിങ്ങൾക്ക്, സ്പെഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിലോ, അങ്ങനത്തെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സാഹചര്യം നിങ്ങളുടെ ആ ഒരു സത്യസന്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ കൂടുതൽ അവിടെ ഒരു എക്സ്പ്ലനേഷന്റെ ഒരു ആവശ്യമില്ലാതെ തന്നെ നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു സത്യാവസ്ഥ എന്താന്നുള്ളത് മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. ലെറ്റ്സ് ടേക്ക് ഫ്യൂ മോർ മെസ്സേജ്. വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? വാട്ട്സ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? ഫെയ്ത്ത്, ട്രസ്റ്റ്, abundance, unexpected. Alright. Birth, pregnancy, വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക. ഐ ഡോണ്ട് നോ വൈ ഐ സെഡ് കെയർഫുൾ ആയിട്ടിരിക്കുക, കാരണം നിങ്ങൾ പ്രഗ്നന്റ് ആവുന്നുണ്ട് ചില ആളുകൾ. ഓക്കെ, പ്രഗ്നൻസി ഈസ് എ വെരി സ്ട്രോങ് കൺഫർമേഷൻ. ചില ആളുകൾ നിങ്ങൾ തലയെടുപ്പോട് കൂടിയിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു വേർഷൻ നിങ്ങൾ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ ആ ഒരു നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാഴ്ചപ്പാട്, നിങ്ങളുടേതായിട്ടുള്ള ഐഡിയ, നിങ്ങളുടേതായിട്ടുള്ള ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. സോ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കണം അല്ലെ. സോ അതിന്റെ പേരിൽ നിങ്ങൾ തല കുനിച്ച് നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കണം. ചില പ്ലേസിൽ നിങ്ങളൊരു തീരുമാനം എടുത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു യൂണീക്ക് ആയിട്ടുള്ള ക്യാരക്ടർ ഉള്ള ആളുകളായിരിക്കാം. ഓക്കെ, സോ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്തത് എന്തായിരുന്നു അല്ലെങ്കിൽ അത് എന്ത് മാറ്റം നിങ്ങളിൽ കൊണ്ടുവന്നിട്ടുണ്ട്, അതൊക്കെ ഒരു പ്രൗഡായിട്ട് നിങ്ങളുടെ തലയെടുപ്പോട് കൂടിയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഒരു ഒറ്റക്കൊമ്പൻ പോലെ തന്നെ നിങ്ങൾക്കത്. ആൻഡ് നിങ്ങൾക്ക് അങ്ങനെ ചില ആളുകൾക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ കൂടെ ചില ആളുകൾക്ക് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യാൻ കാരണം കരിയറിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങളായിരിക്കാം. നിങ്ങൾ ഇഷ്ടമുള്ള ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാഷൻ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഫൈനലി ഇറ്റ്സ് ലൈക്ക് ഒരു ടീം വർക്ക് പോലെ. ഓക്കെ, സോ നിങ്ങളും നിങ്ങളുടെ ഒരു പേർപ്പസും നിങ്ങളും നിങ്ങളുടെ ഒരു പാഷനുമായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കണം. സോ ഇറ്റ്സ് ലൈക്ക് എ ടീം വർക്ക്. ആളുകൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും ഒരു കാര്യം ചെയ്യുന്നുണ്ടായിരിക്കുക, പക്ഷെ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ടീം വർക്കിന് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ചില മാറ്റങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന ഒരു പ്രോസ്പെരിറ്റിയാണ്. ചില ആളുകൾക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും ഒരു മണി ഫ്ലോ നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓർ നിങ്ങൾ കുറച്ചുകൂടെ ഒരു വൈൽഡ് ആയിട്ടുള്ള ഒരു നേച്ചറിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്തു വരുന്നുണ്ടായിരിക്കണം. ഒന്നുകിൽ നിങ്ങൾ ഫോറസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം, ആനിമൽസ് റിലേറ്റഡ് ആയിട്ടുള്ളതോ, മേ ബി നിങ്ങൾ വെറ്റിനറി ഡോക്ടേഴ്സ് ആയിരിക്കാം, ഓർ നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങൾ കുറച്ചുകൂടി നേച്ചറായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ചില ആളുകളുടെ ഒരു രക്ഷകർത്താവ് ആവുന്നുണ്ട്, ചില ആനിമൽസിന്റെ രക്ഷകർത്താവ് എന്നൊക്കെ പറയുന്നത് പോലെ. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ എവിടേക്കോ നിങ്ങൾ കുറെ ആളുകളെ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. അത് ഹ്യൂമൻസ് ആയിരിക്കാം, ആനിമൽസ് ആയിരിക്കാം. നിങ്ങൾ കുറച്ചുകൂടെ ഒരു വൈൽഡ് ആയിട്ടുള്ള ഒരു പേർപ്പസിലേക്കോ അല്ലെങ്കിൽ വൈൽഡ് ആയിട്ടുള്ള ചില കാര്യത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, പക്ഷെ നിങ്ങളുടെ കൂടെയുള്ള നോർമലി പോകുന്ന ആളുകൾക്ക്, നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് അത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യമായിരിക്കാം നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക, നിങ്ങൾ അത് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല പ്ലേസിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ല, പല പ്ലേസിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കഷ്ടപ്പാടിൽ കൂടെ നിങ്ങൾ പോകേണ്ടി വന്നിട്ടുണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഫെയിൽ ആയിട്ടുള്ള സിറ്റുവേഷനൊക്കെ നിങ്ങൾ തല താഴ്ത്തി നിൽക്കേണ്ടി വന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. റിലേറ്റ് ചെയ്യാം, നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ചില ആളുകൾ നിങ്ങൾ മോഡലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചില ആളുകൾക്കുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളെ യൂണീക്ക് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ കരിയറിന്റെ ഭാഗമായിട്ടോ നിങ്ങളുടെ പാഷന്റെ ഭാഗമായിട്ടോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ഫാഷൻ ഡിസൈനർ ആണ്, ആക്ടിങ് റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ആളുകളാണ്, ഓർ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡിയാസ്, സ്റ്റോറീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ യൂണിക് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളും ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ കൂടുതൽ എക്സ്പോസ്ഡ് ആക്കുന്നുണ്ട് അവിടെ, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഇതിൽ ഏതൊക്കെയോ ഒരു കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങളൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിന്താഗതിയിലേക്ക് വരുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അങ്ങനെ വ്യത്യസ്തമായിട്ട് നിങ്ങൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ഫോട്ടോഗ്രാഫി ആയിരിക്കാം ചില ആളുകൾക്ക്. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വൈൽഡ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ള താല്പര്യമുള്ള ആളുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ, അത് റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ചില ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ കുറച്ചുകൂടി ഒരു വൈൽഡ് ആയിട്ടുള്ള ഒരു നേച്ചറിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്.
അത് ഏത് രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, സോ വൈൽഡ് ആവുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇതുവരെ പോവാത്ത ചില പ്ലേസിലേക്ക്, ഇറ്റ്സ് ലൈക്ക് ഒരു വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റിലേക്ക് നിങ്ങൾ ഇറങ്ങി വരുന്നത് പോലെയാണ്. അത്ര ധൈര്യം വേണം അങ്ങനെ പോവാൻ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോവാൻ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ. റൈറ്റ്, ഇറ്റ്സ് എക്സാക്ട്ലി ലൈക്ക് നമ്മൾ ഒറ്റക്കൊമ്പനെ പറഞ്ഞതുപോലെയാണ്. ഐ ഡോണ്ട് നോ വൈ ഐ റിലേറ്റഡ് എലിഫന്റ് ഇൻ ദിസ് റീഡിങ്. ഈ ഒരു റീഡിങ്ങിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്നത് ആ ഒരു ഫോറസ്റ്റ് സ്റ്റോറിയാണ്. ഓക്കെ, സോ അങ്ങനത്തെ എന്തൊക്കെയോ ഒരു പ്രത്യേകതകൾ നിങ്ങൾക്ക് മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ കുറെ കൂടെ കൈൻഡ് ആവുന്നുണ്ട്, നിങ്ങൾ കുറച്ചുകൂടെ എംപത്തറ്റിക് ആവുന്നുണ്ട്, നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടെ ഒരു സൈക്കിക് എനർജി നിങ്ങൾ ഒരുപാട് കണക്ട് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, അതൊക്കെയാണ് നിങ്ങൾക്കൊരു ആൻഡ് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മദർലി എനർജി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങളൊക്കെ നേച്ചർ ചെയ്യാനും, ചില കാര്യങ്ങളൊക്കെ പരിപാലിക്കാനും, ചില കാര്യങ്ങളൊക്കെ കെയർ ചെയ്യാനും, ചില ആളുകളുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടാക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ ബ്യൂട്ടിഫുള്ളി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വളരെ മെസ്സപ്പ് ആയിട്ടുള്ളൊരു സ്ഥലം നിങ്ങൾക്ക് തരികയാണ്. ഓക്കെ, ഒരുപാട് ആളുകൾ നശിപ്പിച്ചിട്ടുള്ള ഒരു പ്ലേസ് നിങ്ങളുടെ കയ്യിൽ തരികയാണ്. നിങ്ങൾ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. റിലേറ്റ് വിത്ത് യുവർ സിറ്റുവേഷൻ. ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫ് അങ്ങനെ ചില ആളുകൾ നശിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ സ്പോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. അവിടെ നിന്നായിരിക്കും നിങ്ങൾ ഒന്നുമില്ലാത്ത പ്ലേസിൽ നിന്ന് നിങ്ങൾ പല കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവ് വെച്ച്, നിങ്ങളുടെ ആത്മവിശ്വാസം വെച്ച്, നിങ്ങൾ എവിടെയാണോ വീണ് കിടക്കുന്നത് അവിടെ ആ ഒരു വൾണറബിൾ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അത്ര വിഷമമായിട്ടുള്ള ഒരു ഫേസ് നിങ്ങൾ കാണിക്കാതെ വളരെ സ്ട്രോങ് ആയിട്ട് എടുപ്പോടുകൂടി നിന്ന് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. റിലേറ്റ് ചെയ്യുക, നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. എന്താണോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ മെസ്സപ്പ് ആയിട്ട് കിടക്കുന്നത്, ആൻഡ് അത് നിങ്ങൾ ബ്യൂട്ടിഫുൾ ആയിട്ട് റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ യെസ്, യു ഗൈസ് ആർ ഗോണ റീക്രിയേറ്റ് ഇറ്റ്, റീ അറേഞ്ച് ചെയ്യാൻ പോവാണ്. അത് നിങ്ങൾ ചെയ്യായിരിക്കും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുള്ളതല്ല, അതാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഓക്കെ, സോ ചില ആളുകൾക്ക് പ്രഗ്നൻസി ആണ്, റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 1 അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 നൗ. ഹലോ, ഗ്രൂപ്പ് നമ്പർ 2, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? എന്താണ് നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ മെസ്സേജ് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 2, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? A letter never sent, shifting timelines, blessings sealed in our soul's return. How beautiful it is, അല്ലെ? A letter never sent. നിങ്ങൾക്ക് ഇതുവരെ അയക്കാത്തൊരു കത്ത്, അതായത് നിങ്ങൾക്ക് അതെങ്ങനെ വേണമെന്നുണ്ടെങ്കിലും റിലേറ്റ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഇൻറ്റ്യൂഷൻ കൂടെ നിങ്ങൾ കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാര്യം, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ വായിക്കാത്തൊരു കത്ത്, ഇതുവരെ അയക്കാത്തൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഡെസ്റ്റിനി ഇതുവരെ അയച്ചു തന്നിട്ടില്ലാത്തൊരു കാര്യം, പക്ഷേ അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓൾറൈറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ആൻഡ് അഗൈൻ ചില സോൾസിന്റെ റിട്ടേൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ബട്ട് ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ അത് കണക്ട് ചെയ്തിട്ടില്ല. നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് ഓൾറെഡി റിട്ടേൺ ആണ്, പക്ഷെ ഇതുവരെ നിങ്ങളത് ജീവിച്ചിട്ടില്ല. അത് നിങ്ങൾക്കത് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ ചില ആളുകൾക്ക് അത് മാരേജ് ആണ്. ഓ മൈ ഗോഡ്, ഇറ്റ്സ് എ മാരേജ്. ഓക്കെ, ഓർ എം വെച്ചിട്ട് ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന. ഓക്കെ, ലെറ്റർ എം. ഓക്കെ, അഗൈൻ ലെറ്റർ എം ഇറ്റ്സ് വെരി സ്പെഷ്യൽ ഫോർ യു. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഇവന്റ് എം വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ഇറ്റ്സ് എ വെരി സ്ട്രോങ് സൈക്കിക് കൺഫർമേഷൻ. ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങളുടെ ലൈഫിൽ എം വെച്ചിട്ട് ആരെങ്കിലും വരുന്നുണ്ടായിരിക്കണം. ഒരു സോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരാൾ പാർട്ട് ആവുന്നുണ്ടായിരിക്കണം. ഇറ്റ് കുഡ് ബി ഹ്യൂമൻ, ആനിമൽ ഓർ എനിത്തിങ്. ഓൾറൈറ്റ്, നിങ്ങളുടെ ഡ്രീം കമ്പനി ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്ന ഒരു പേർപ്പസ് ആയിരിക്കാം, നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു കമ്പനി ആയിരിക്കാം, നിങ്ങൾ ചൂസ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണത്. ഓൾറൈറ്റ്, നിങ്ങളുടെ ലൈഫിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ്. എസ്പെഷ്യലി അവിടെ ഒരു റിട്ടേൺസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റർ എം ഇസ് വെരി സ്പെഷ്യൽ ഫോർ യു. സോ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇങ്ങനത്തെ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ എം വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു മേജർ ഇവന്റ്സ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ. സോ ലെറ്റ്സ് ടേക്ക് ആരാണ് നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ റിട്ടേൺ ചെയ്യാൻ പോകുന്നത്? എന്ത് സോൾ ആണ് നിങ്ങളുടെ ലൈഫിൽ റിട്ടേൺ ചെയ്യാൻ പോകുന്നത്? ഓർ എന്താണ് ആ ലെറ്ററിനെ പറ്റിയിട്ട്, നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ അയക്കാത്തൊരു ലെറ്റർ,
നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കേപ്പബിൾ ആയിട്ടുള്ള ആ ഒരു കാര്യം എന്താണെന്നുള്ളത് നോക്കാം. ആർ യു റെഡി? ഗ്രൂപ്പ് നമ്പർ 2, മൈ ഗോഡ്, ഫാമിലി. ഓക്കെ, ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെന്റ്. സോ മെജോറിറ്റി ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, സ്പെഷ്യലി നിങ്ങളുടെ ഫാമിലി ലൈഫിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങളാണ്. ഓക്കെ, മഴവില്ല്, റെയിൻബോ. നമ്പർ 4, അഗൈൻ ഇറ്റ്സ് എ കൺഫർമേഷൻ. നിങ്ങളൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ഫാമിലിയിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു പ്ലേസിലേക്ക് നിങ്ങൾ എൻറ്റർ ചെയ്യുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ കൂടെ കൂട്ടേണ്ട ആരെങ്കിലും നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ടൈമിലേക്കും കൂടിയാണ് നിങ്ങൾ വരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നിങ്ങളുടെ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അത് നിങ്ങൾ അതിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ചില ആളുകൾ നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്ന ഒരു കോഴ്സ് ആയിരിക്കാം, നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു കോഴ്സ്, നിങ്ങൾ ചൂസ് ചെയ്യുന്ന പ്ലേസ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ആളുകൾ ഒക്കെ അതൊക്കെ സംഭവിക്കാൻ പോകുന്ന ഒരു ടൈമിലേക്കും കൂടിയാണ് നിങ്ങൾ വരുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങൾ കൂട്ടമായിട്ട് ചില തീരുമാനം എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലിയൊക്കെ ആയിട്ട് തന്നെ കൂട്ടമായിട്ട് ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ചില ആളുകളൊക്കെ വരുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് അഗൈൻ ഒരു റീയൂണിയൻ കൂടെ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു യൂണിയൻ സംഭവിക്കുന്നുണ്ട്. അത് ഈ ഒരു സോൾസിന്റെ ഒരു യൂണിയൻ മാത്രം എന്നുള്ളതല്ല. നിങ്ങളുടെ ലൈഫിൽ വേണ്ടപ്പെട്ട ആളുകളെയൊക്കെ നിങ്ങൾ വിളിച്ചു വരുത്തേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, കാരണം നിങ്ങൾ എന്തൊരു മേജർ തീരുമാനം എടുക്കുന്നുണ്ട്, ഒരു മേജർ ഇവന്റ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്, ഓർ നിങ്ങളുടെ ഫാമിലിയിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഇവന്റ്. ഓക്കെ, ഫാമിലിയിൽ അത്ര ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഐക്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. മൈ ഗോഡ്. Rejoice in celebration is again a confirmation. Reunion of soul. Return. Okay, return, reunion, reconciliation. So ചില കാര്യങ്ങൾ അങ്ങനെയാണ് മാജിക്കലായിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. a magical reunion. Okay, maybe like നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. And again, don't expect സെയിം ആളുകളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. a letter never sent. Okay, ഒരിക്കലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാര്യം, ഒരിക്കലും നിങ്ങൾ കണ്ടുമുട്ടാത്ത ചില കാര്യങ്ങളും, നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ചില കാര്യങ്ങളുമാണ്. സോ നിങ്ങൾ കംപ്ലീറ്റ്ലി പുതിയ കാര്യത്തിന് തന്നെ ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഡോണ്ട് എക്സ്പെക്ട് സംബഡി ഫ്രം യുവർ പാസ്റ്റ്. ഓൾറൈറ്റ്, നിങ്ങളുടെ പാസ്റ്റ് എന്നുള്ള ഒരാളെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. ഇത്രയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് വേണം. അറ്റ്ലീസ്റ്റ് അവിടെ പോയിട്ട് അത് എന്താണെന്നുള്ളത് നോക്കെങ്കിലും വേണം, അല്ലെ? എനിക്കിത് മതി, ഇയാളെ തന്നെ മതി, ഈ ഒരു സിറ്റുവേഷൻ തന്നെ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ സ്റ്റക്ക് ആയിട്ട് കിടക്കുന്ന ഒരു പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അവിടെ ഒരു പ്രോഗ്രസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അലോ ചെയ്യുക ചില കാര്യങ്ങൾ വരുന്ന സമയത്ത്. അല്ലെങ്കിൽ എന്താണെന്നുള്ളത് നോക്കാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ അതുപോലത്തെ ചില റീകണക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോൾസ് തമ്മിൽ അങ്ങനത്തെ ഒരു റീകണക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഇത്ര കാലമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാത്ത ചില കാര്യമാണ്. ഓക്കെ, ലെറ്റ്സ് സീ. ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു സോൾ ഇന്റൻഷൻ നിങ്ങൾ കൂടുതൽ തിരിച്ചറിയുന്നതായിരിക്കാം. നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത്, നിങ്ങളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണം, എങ്ങനെ സെക്യൂർ ആക്കണം എന്നുള്ളത്. നിങ്ങൾ ചില കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്, അത് സ്ട്രോങ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾക്ക് അത് നിങ്ങളൊരു ടീം വർക്ക് പോലെയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ഫാമിലിയിലുള്ള ചില ആളുകളൊക്കെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ചില കാര്യങ്ങൾ. ഓക്കെ, സോ ഫിസിക്കലി നിങ്ങൾ ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ചില തീരുമാനത്തിന് അത്ര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു നേച്ചർ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്കും ഒരു അതിശയമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ ഇത്ര വളരെ സ്ട്രോങ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇത്ര ഒരു ഇന്റൻസ് ആയിട്ടുള്ള ചില തീരുമാനങ്ങളൊന്നും നിങ്ങളുടെ ലൈഫിൽ എടുത്തിട്ടുണ്ടാവില്ല. സോ അത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്തോ ഒരു കാര്യം നിങ്ങളെ വലിയ രീതിയിൽ പേടിപ്പിച്ചിട്ടുണ്ട്, ട്രിഗർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, ആൻഡ് ഫൈനലി നിങ്ങൾ അതിന് ഇറങ്ങി വരുന്നുണ്ടായിരിക്കണം. ഓക്കെ, സി ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു ടൈമിൽ അല്ലെങ്കിൽ കുറച്ച് സമയമായിട്ട് നിങ്ങളെ പേടിപ്പിക്കുന്ന കാര്യങ്ങളാണ്, നിങ്ങളെ ഫേസ് ചെയ്യാൻ പേടിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പിടിച്ചു നിർത്തരുത്. ഓക്കെ, ഈ ഒരു ടൈം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള ആളുകളെ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോവാണ്. അല്ലെങ്കിൽ അത് കണക്ട് ആവുന്നത് വരെ നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കാൻ പോവാണ്. ഓക്കെ, ബട്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി ഒറ്റയ്ക്കായിരിക്കില്ല. നിങ്ങളുടെ മുന്നോട്ടുള്ള ഒരു ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വളരെ നിയറസ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ആയിരിക്കില്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരാളെ നിങ്ങൾ പിടിച്ചു നിർത്താൻ നോക്കരുത്. കാരണം ചില ആളുകൾ ഒരുപാട് പേടിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടാണ്.
ചില ആളുകൾക്ക് അത് നിങ്ങളുടെ മിസ്റ്റേക്സ് ആയിരിക്കാം, നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള ചില അബദ്ധങ്ങളായിരിക്കാം. ഇറ്റ്സ് ഓക്കെ. എന്ത് തന്നെയാണ് നിങ്ങളെ പേടിപ്പിക്കുന്നത്, എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതോ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നതോ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതാണ് നിങ്ങളെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, പുതിയ കാര്യങ്ങളുണ്ട്. ഇറ്റ്സ് അഗൈൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കൺഫർമേഷൻ ആണ് ഗ്രൂപ്പ് നമ്പർ 2. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൈക്കിക് മെസ്സേജ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള കാര്യമാണ്. ആൻഡ് അവിടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ജോബിലൊക്കെ ഉണ്ടാവുന്ന മാറ്റങ്ങള്, നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യങ്ങള്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജോബിൽ എന്തെങ്കിലും പേടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തില് എന്തെങ്കിലും അവിടെ വന്നിട്ടുള്ള ചില മാറ്റങ്ങൾ കൊണ്ടോ റീലൊക്കേഷൻ കൊണ്ടോ, കാരണം ചില ആളുകൾ നിങ്ങൾ വേറെ പ്ലേസിൽ പോയി സെറ്റിൽ ആവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കൾച്ചറിലേക്ക് നിങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. മേ ബി ലൈക്ക് നിങ്ങൾ വെസ്റ്റേൺ കൺട്രിയിലൊക്കെ പോകുന്നുണ്ടായിരിക്കണം, യൂറോപ്പ്, സ്പെഷ്യലി യൂറോപ്പ്. ഓക്കെ, വ്യത്യസ്തമായിട്ടുള്ള ആളുകളൊക്കെ നിങ്ങൾ മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു പേടി ഉണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഓൾറൈറ്റ്, സോ ചില ആളുകൾക്ക് നിങ്ങൾക്ക് പേടി ഉണ്ടായിരിക്കാം, നിങ്ങളുടെ ലൈഫിൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്ന ചില മാറ്റങ്ങൾ ഉണ്ടായിരിക്കണം, ലൈക്ക് മാരേജ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റെസ്പോൺസിബിലിറ്റിയിലേക്ക് നിങ്ങൾ വരിക, ഓർ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ചില ഇവന്റ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു മാറ്റം നിങ്ങളെ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്നുണ്ടായിരിക്കണം. പക്ഷെ അത് നിങ്ങൾക്ക് തന്നെ അറിയാം, വളരെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് എന്നുള്ളത്, അല്ലെ? സോ അങ്ങനെ നിങ്ങൾ തോന്നുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ ലൈഫിൽ നന്നായിട്ട് സംഭവിക്കുന്നത് അത് മാക്സിമം നിങ്ങൾ എൻജോയ് ചെയ്യുക. ഈ ഒരു ടൈമിൽ എന്തൊക്കെയാണോ റൈറ്റ് ആയിട്ട് സംഭവിക്കുന്നത് അത് മാക്സിമം നിങ്ങൾ കണക്ട് ചെയ്യുക. ഓക്കെ, സോ എന്താണ് നിങ്ങൾക്ക് ഉള്ള മെസ്സേജ് നോക്കാം. വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? ഫോക്കസ്, പ്ലഷർ, ക്രിയേഷൻ ആൻഡ് ഹങ്കർ. ഓക്കെ, സി നിങ്ങളുടെ ഒരു നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഇമോഷണൽ ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ ഫിയർ, ആങ്സൈറ്റിയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ക്രേവ് തരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് ചില കാര്യങ്ങൾ നിങ്ങളെ പേടിപ്പിക്കുന്നത് നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ വളരെ ലൗഡായിട്ട് കേൾക്കുന്നത് അല്ലെങ്കിൽ ലൗഡായിട്ട് ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന പല മാറ്റങ്ങളും ആളുകൾ വന്നു പോകുന്നുണ്ടെങ്കിലും ഓൾ ഓഫ് സഡൻ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നു, ചില വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു, അതിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുന്നു, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ റൈറ്റ് ആയിട്ട് സംഭവിക്കുന്നു. അത് നിങ്ങൾക്ക് അങ്ങനെ വരുന്ന സമയത്ത് അത് നിങ്ങളെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് അറിയുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. സോ അതിനെ പറ്റിയിട്ടായിരിക്കാം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ആങ്സൈറ്റി, ഫിയർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തോ ഒരു കാര്യത്തിനോട് ആ ഒരു മാറ്റം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഫിയർ ഉണ്ടാവുന്നുണ്ട്, ആൻഡ് നിങ്ങൾ ചില കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു പേടി ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ വരും എന്നുള്ളതായിരിക്കാം, എങ്ങനെ അത് എൻഡ് ആവും എന്നുള്ളതായിരിക്കാം. ഓക്കെ, സോ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ക്രേവ് തോന്നുന്നത്, ഓർ എന്താണ് നിങ്ങൾക്ക് ഒരുപാട് ഈ ഒരു സമയത്ത് പേടി ഉണ്ടാക്കുന്നത്? ദാറ്റ് ഈസ് യുവർ വേ, അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ വാതിലെന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷനിലേക്ക് വരാനുള്ളത്. സോ ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള വഴിയിൽ വിടാൻ നിങ്ങൾക്ക് ആ ഒരു ധൈര്യം ഉണ്ടായിരിക്കണം. ഓക്കെ, സോ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു പ്ലഷർ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സ്പെഷ്യലി ഒരു നമ്മളുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ ആത്മാവ് സന്തോഷിക്കുക എന്ന് പറയല്ലോ, നമ്മുടെ സോളിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ചില ഒരു വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു സന്തോഷം ഉണ്ടാവുന്നുണ്ട്. എന്തുകൊണ്ടാണ് സന്തോഷം ഉണ്ടാവുന്നത്? അങ്ങനത്തെ ആളുകൾ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഒരുപാട് സോൾ കണക്റ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഐ ജസ്റ്റ് വാണ്ട് ടു ക്ലാരിഫൈ എന്ത് കൈൻഡ് ഓഫ് സോൾ ആണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്, എന്ത് കൈൻഡ് ഓഫ് യൂണിയൻ ആണ്, സോൾ യൂണിയൻ ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്, റിയലൈസേഷൻ. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ചില ആളുകളെയാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്, ആളുകളിലേക്കുള്ള ചില ഹൃദയത്തിലേക്കുള്ള താക്കോലാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഗ്രൂപ്പ് നമ്പർ 2. നമ്പർ 3, അഗൈൻ എ കൺഫർമേഷൻ, നിങ്ങൾ എന്തൊരു റീയൂണിയൻ സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. ബട്ട് ഗ്രൂപ്പ് നമ്പർ 2, ഡോണ്ട് എക്സ്പെക്ട് സെയിം പീപ്പിൾ. ഓക്കെ, ഇത് സെയിം പീപ്പിൾ അല്ല. ഓക്കെ, അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. നിങ്ങൾ ആരാ വരുന്നത് അവരെ കാത്തിരിക്കേണ്ട, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കാത്തിരിക്കുകയൊന്നും വേണ്ട. അറ്റ്ലീസ്റ്റ് എന്താണോ നിങ്ങളെ പേടിപ്പിക്കുന്നത്, നിങ്ങളെ ബ്ലോക്ക് ആയിട്ട് നിർത്തുന്നത്, നിങ്ങളുടെ പാസ്റ്റ് മെമ്മറീസ് എന്താണോ അതൊക്കെ ഒന്ന് റിലീസ് ചെയ്തിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് നിങ്ങൾ ഇരിക്കേണ്ട ഒരു ടൈമാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ വളരെ സന്തോഷമായിട്ടും സംഭവിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെയൊക്കെ ഒരു ക്രേവ് ഉണ്ടാവുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്കുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നല്ല രീതിയിൽ സംഭവിക്കുന്ന കാര്യത്തിന് വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ട് തന്നെ നിങ്ങൾ കണക്ട് ചെയ്യുക, നല്ല
രീതിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക, ഓർ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന നല്ല കാര്യത്തിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഫാമിലിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ടൈമാണ്. സ്പെഷ്യലി ഐ കെൻ സീ ദാറ്റ് ചില ആളുകള് ചില പ്ലേസിൽ സ്റ്റക്ക് ആവുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വേണ്ട പ്ലേസിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നില്ല, നിങ്ങളുടെ ലൈഫിൽ വേണ്ട ആളുകളിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഓക്കെ, സോ റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, എനിക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടതും നിങ്ങൾ പ്രിപ്പയർഡ് ആവേണ്ടതും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നുണ്ട്. ഓൾറൈറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. മാറ്റം വേണം, നിങ്ങൾക്ക് വേണം. സോ നിങ്ങളുടെ ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാണ്. നിങ്ങൾക്കറിയാം ആ ഒരു മാറ്റം നിങ്ങൾക്ക് വേണ്ടതാണ് എന്നുള്ളത് അറിയാം, പക്ഷെ നിങ്ങൾ സെറ്റിലായി പോയിട്ടുണ്ടായിരിക്കണം. ചില പ്ലേസിൽ, ചില സിറ്റുവേഷനിൽ, ചില ലിമിറ്റേഷൻസിൽ നിങ്ങൾ സെറ്റിലായി പോയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ അതൊക്കെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ആളുകളെ നിങ്ങൾ മാറ്റി നിർത്താൻ ധൈര്യം കാണിക്കണം. മാറ്റി നിർത്തേണ്ട ഒരു ഫേസിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം ചില റീകണക്ഷൻസ് ഉണ്ടാവുന്ന സമയത്ത് ചില ആളുകൾ വരേണ്ടതായിട്ട് നിങ്ങളുടെ ലൈഫിൽ വരേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ ചില ആളുകളുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ആ ഒരു ഡിറ്റാച്ച്മെന്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഇറ്റ്സ് ലൈക്ക് പുതിയ സ്പേസ് ഉണ്ടാക്കുകയാണ്, നിങ്ങൾ ഒരു കാര്യം വരാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കുകയാണ്. സോ അപ്പം ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കണം. ഓക്കെ, അത് നിങ്ങൾക്ക് എത്ര കണക്ഷൻസ് തോന്നിയാലും എത്ര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും അത് റൈറ്റ് ആയിട്ട് സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വിട്ടിട്ട് നിങ്ങളെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്ത് വെക്കാം. ഓക്കെ, ഫിസിക്കലി, മെന്റലി, ഇമോഷണലി നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങളെ സ്ട്രെങ്തൻ ചെയ്യാൻ സാധിക്കോ അതിലേക്കാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവ് ആയിട്ടൊക്കെ ചെയ്യാൻ, അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ, ഇപ്പോൾ ലൈഫ് ഒന്ന് റീബിൽഡ് ചെയ്യണം, നിങ്ങളുടെ ശരീരം ഒന്ന് റീബിൽഡ് ചെയ്യണം, നിങ്ങൾക്ക് ചില അങ്ങനത്തെ ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാം. ആൻഡ് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള മീറ്റിംഗ്സ് ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾക്ക് നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഒന്ന് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, നോട്ട് ഇൻ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ആളുകളേക്ക് കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു ടൈമിലേക്കും കൂടിയാണ് നിങ്ങൾ വരുന്നത്. പുതിയ പ്ലേസ് ഒക്കെ നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്യാൻ സാധിക്കുക. നിങ്ങൾ എന്താണ് ലെറ്റ് ഗോ ചെയ്യേണ്ടത്, എന്ത് മാറ്റാണ് വരുത്തേണ്ടത്, അല്ലെങ്കിൽ എങ്ങനത്തെ മാറ്റാണ് നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളത് നിങ്ങളൊരു പുതിയ അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്ന സമയത്താണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനത്തെ മാറ്റങ്ങൾ വരുന്ന സമയത്ത് റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഗ്രൂപ്പ് നമ്പർ 2, ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 now. ഹലോ ഗ്രൂപ്പ് നമ്പർ 3, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? എന്താണ് നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മെസ്സേജ് നോക്കാം. സോ നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് മേജർ ചേഞ്ച് സംഭവിക്കാൻ പോകുന്ന ടൈമിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഓക്കെ, മണി, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ചേഞ്ച്, റഷ് ആയിട്ട് നിങ്ങൾ വളരെ തിരക്കുള്ള ഒരു ടൈം ആയിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്നായിരിക്കാം ചില മാറ്റങ്ങൾ നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കാം, നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടായിരിക്കാം. പെട്ടെന്ന് ജോബ് ചേഞ്ച് ആവുക, നിങ്ങൾ ജോബിൽ മാറ്റങ്ങൾ അങ്ങനെ വരിക എന്നുള്ളതല്ല. പെട്ടെന്ന് നിങ്ങൾ ജോബ് മാറുന്നതായിരിക്കാം, പുതിയൊരു കമ്പനിയിലേക്ക് വരുന്നതായിരിക്കാം, ബെറ്റർ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം, മൾട്ടിപ്പിൾ ഓഫേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം. ജോബിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നിങ്ങൾ ജോബൊക്കെ അപ്ലൈ ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുന്നുണ്ട്. ഓഫർ ലെറ്റേഴ്സ്, മെയിൻ ആയിട്ട് ബെറ്റർ പ്രപ്പോസൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ജോബ് പ്രപ്പോസൽ, ഫൈനാൻഷ്യൽ പ്രപ്പോസൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ചിലക്ക് റിട്ടേൺ ആയിട്ട്, ഓക്കെ, എന്തൊരു കാര്യം നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് ഫൈനാൻഷ്യലി കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഡോക്യുമെന്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ലീഗൽ ആയിട്ടുള്ളതോ ഫൈനാൻഷ്യലി ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അപ്രൂവൽസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്, സെറ്റിൽ ആവുന്നുണ്ട്. ഓക്കെ, സോ പെട്ടെന്നായിരിക്കാം അത് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടായിരിക്കാം. പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, ഡോക്യുമെന്റ്സ്, ലാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള അപ്രൂവൽസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം. ഓൾറൈറ്റ്, ചില ആളുകൾക്ക് ഉണ്ടാവുന്ന പ്രപ്പോസൽ എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ആയിരിക്കാം. ഓക്കെ, റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതും റൈറ്റ് ആയിട്ട് സെലക്ട് ചെയ്യേണ്ടതുമായിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ലെറ്റ്സ് സീ എന്താണ് നിങ്ങൾക്കുള്ള സൈക്കിക് മെസ്സേജ്. എ നമ്പർ യു കീപ് സീയിങ്, a stranger's voice in your dream, blessings hiding behind an ending. Exactly. Oh, blessing hiding behind an ending, the change that looks like loss but feels like freedom. Okay, I'll explain this. Okay, നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന നമ്പർ, നിങ്ങൾ വളരെ അപരിചിതമായിട്ടുള്ള ആളുകളുടെ അടുത്ത് നിന്ന് കേൾക്കുന്ന വാക്കുകള്,
ഓൾറൈറ്റ്, ഇറ്റ്സ് ഓൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈൻ കൺഫർമേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ഏഞ്ചൽ മെസ്സേജ് ആയിട്ട് റെസ്പോൺസ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നും ചില കാര്യങ്ങൾ എൻഡ് ആവാൻ പോവാണ്, അല്ലെങ്കിൽ എൻഡ് ആവുന്ന കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ചില ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് നഷ്ടമായിട്ട് തോന്നും, പക്ഷെ അത് നിങ്ങൾക്ക് ഒരുപാട് ഫ്രീഡം തരുന്നുണ്ട്. ഓൾറൈറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഫ്രീഡം ആണ്. റൈറ്റ്, സോ നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടെ സറൗണ്ടിങ്സ് കുറച്ചുകൂടെ ശ്രദ്ധിക്കാം. നിങ്ങൾ കാണുന്ന കാര്യങ്ങള്, നമ്പേഴ്സ്, നിങ്ങൾ ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കണം. അതിന്റെ റെസ്പോൺസ് നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കാം കിട്ടുന്നുണ്ടായിരിക്കാം. ചില ആളുകൾക്ക് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം മറ്റുള്ള ആളുകളുടെ ലൈഫിലായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ അടുത്ത് നിങ്ങൾ ഒട്ടും പരിചയമില്ലാത്ത ആളുകൾ പറയുന്ന ചില വാക്കുകളായിരിക്കും നിങ്ങൾക്ക് വേണ്ട ഒരു ആൻസർ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഓൾറെഡി റിലേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളായിരിക്കാം. ചില നമ്പേഴ്സ് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. ഓൾറൈറ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൺഫർമേഷൻ ആണ്. മേ ബി ഇത് ചില ആളുകൾ ശ്രദ്ധിക്കാണ്ട് പോകുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഓർ ഇത് നിങ്ങൾ അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൺഫർമേഷൻ ആണ്. യെസ്, എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ സൈക്കിക്കലി കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു റിയാക്ഷൻ, റെസ്പോൺസ് ഉണ്ടാവുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് അഗൈൻ ഒരു കൺഫർമേഷൻ നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ എവിടെ പോകുന്ന സമയത്തും നിങ്ങൾക്ക് ഒരു പ്രസൻസ് ഉണ്ടാവുന്നുണ്ട്, ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു പ്രസൻസ് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, മേ ബി ലൈക്ക് ചില ആളുകൾക്ക് നിങ്ങളുടെ ആൻസെസ്റ്റേഴ്സിന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള മെസ്സേജ് ഉണ്ടാവുന്നുണ്ട്. ലെറ്റ്സ് സീ എന്താണ് എൻഡ് ആവാൻ പോകുന്നത്, ആൻഡ് അതെന്താണ്, എന്ത് ബ്ലെസ്സിങ് ആയിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്, എന്താണ് നിങ്ങൾക്ക് നഷ്ടമായിട്ട് തോന്നുന്നത്. ചില മാറ്റങ്ങൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്ന വലിയ നഷ്ടങ്ങളാണ് അതെന്നുള്ളത്. അത് നിങ്ങൾക്ക് ഏതൊക്കെയൊരു ഫ്രീഡം കൊണ്ടുവരുന്നുണ്ട്. സോ എന്തൊക്കെയാണ് അതെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ ചില ആളുകൾക്ക് നിങ്ങളുടെ പൊസിഷനിൽ നിങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങൾ നിങ്ങൾ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആക്കുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, നിങ്ങളെ പറ്റിയിട്ട് കേൾക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആക്കുന്നുണ്ടായിരിക്കണം. നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള പൊസിഷൻസ് ഒക്കെ ഒന്ന് ഷേക്ക് ആവുന്നത് നിങ്ങളെ ഡിസ്റ്റർബ്ഡ് ആക്കുന്നുണ്ടായിരിക്കണം. ബട്ട് ഗ്രൂപ്പ് നമ്പർ 3 അത് നിങ്ങളെ ഈവൻ മോർ, നിങ്ങളെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാനും നിങ്ങളുടെ പൊസിഷൻസ് കുറച്ചുകൂടെ മേലെ കൊണ്ടുവരാനും സഹായിക്കുന്ന ചില കാര്യങ്ങളാണ്. ഓൾറൈറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ പൊസിഷൻസ് എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കാനുള്ള ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ ഒരു ഈസി ചാപ്റ്റർ ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. നിങ്ങളുടെ ലൈഫിന്റെ ഒരു ടഫസ്റ്റ് ആയിട്ടുള്ള, കാരണം നിങ്ങൾ ടഫസ്റ്റ് ആയിട്ട് ഡീൽ ചെയ്യാൻ നിങ്ങൾ കേപ്പബിൾ ആയിട്ടുള്ള ആളുകളാണ്, നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണ്. ഓൾറൈറ്റ്, സോ അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ പ്ലേസിൽ നിന്ന് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മാറ്റം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ നേടിയെടുത്തിട്ടുള്ള പൊസിഷൻസ്, നിങ്ങൾ ഏൺ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ റീകോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നിങ്ങൾ അതൊക്കെ ഓർമ്മപ്പെടുത്താൻ പോകുന്ന ഒരു സമയത്തിലേക്കാണ് വരുന്നത്. സോ ലൈഫിന്റെ ഒരു ടഫ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ബിക്കോസ് നിങ്ങൾക്ക് അത് സാധിക്കുന്ന കാര്യമാണ്. ഓക്കെ, സോ നോർമൽ ലൈഫ്, നോർമൽ ആളുകൾ പോകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഈ ഒരു ജേർണിയിൽ എക്സ്പെക്ട് ചെയ്യരുത്. സോ നമ്മൾ കുറെ കൂടെ മേ ബി ലൈക്ക് നിങ്ങൾ ഒരുപാട് ട്രിഗർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു റീഡിംഗിൽ ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കുക. സോ ഇഫ് യു തിങ്ക് ലൈക്ക് യു ആർ സ്കേർഡ് ഓർ നോ ഐ കാൻ ഹിയർ ഓൾ ദീസ് തിങ്സ്, മേ ബി ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് ടൈം ഫോർ യു. ഓൾറൈറ്റ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ കേട്ട് നോക്കുക, നിങ്ങൾക്കത് ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ റിലേറ്റഡ്. ഓക്കെ, കാരണം ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മാറ്റങ്ങളാണ്, സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി. ഓൾറൈറ്റ്, സാക്രിഫൈസ്, ബിക്കോസ് സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ സാക്രിഫൈസ് ചെയ്യുള്ളൂ, മാറ്റം ആക്സെപ്റ്റ് ചെയ്യുള്ളൂ, ധൈര്യമായിട്ട് ചില തീരുമാനങ്ങൾ എടുക്കുള്ളൂ. ഇഫ് യു തിങ്ക് നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റെഡി ഫോർ ഇറ്റ്. ഓൾറൈറ്റ്, സോ നിങ്ങൾ എന്തൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇത് കുറഞ്ഞ കാര്യമല്ല. ഗ്രൂപ്പ് നമ്പർ 3 ദിസ് ഇസ് വെരി പവർഫുൾ. എന്തൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനമായിരിക്കാം. നിങ്ങളുടെ ക്ഷമ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്ട്രഗിൾ ആയിരിക്കാം, ഓർ നിങ്ങൾക്കറിയാം ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എവിടെയാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ മാറ്റം അത്യാവശ്യമായിട്ട് തോന്നുന്നത്, അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഐഡന്റിറ്റി ആയിരിക്കാം, നിങ്ങളുടെ ബിഹേവിയർ ആയിരിക്കാം, നിങ്ങൾ കാര്യങ്ങൾ എടുക്കുന്ന രീതിയിലായിരിക്കാം. മേ ബി നിങ്ങൾക്ക് തോന്നുകയാണ് ചില പ്ലേസിൽ നിങ്ങൾ ഒരുപാട് ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വഭാവമാണ് അവിടെ മാറ്റേണ്ടത്. മറ്റുള്ള ആളുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറില്ല, സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വേണ്ടി മാറില്ല. നിങ്ങളുടെ സ്വഭാവങ്ങൾ അവിടെ, നിങ്ങൾ ഇമോഷണലി കാര്യങ്ങൾ എടുക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് ചില കാര്യങ്ങൾ അങ്ങനെ നിങ്ങളുടെ ആ ഒരു ഐഡന്റിറ്റി നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്ന സമയത്താണ് നിങ്ങളുടെ ലൈഫ് ഇങ്ങനത്തെ ഒരു സ്ട്രോങ് വേർഷനിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്.
ഓൾറൈറ്റ്, നിങ്ങളുടെ ലൈഫിന്റെ ഒരു റിയൽ ട്രാൻസ്ഫോർമേഷനിലേക്കാണ് നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഐ കൻ റിലേറ്റ് ഇറ്റ്, എന്റെ ലൈഫിൽ ഞാൻ എടുത്തിട്ടുള്ള വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനം ആൻഡ് ആഫ്റ്റർ ദാറ്റ് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ചില മാറ്റങ്ങളാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ട്രോങ് ആയിട്ടുള്ളതും ഞാൻ ആദ്യമായിട്ട് ഞാൻ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു കൺസിഡറേഷനും ഇല്ലാണ്ട്, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ഒരു സെന്റിമെന്റ്സും ഞാൻ കൂട്ടാതെ അത്ര കാലമായിട്ട് എന്നെ സെന്റിമെന്റൽ ആയിട്ട് പിടിച്ചു നിർത്തിയിട്ടുള്ള പല കാര്യങ്ങളും അതൊന്നും ഞാൻ കൺസിഡർ ചെയ്യാതെയാണ് ചില മാറ്റങ്ങൾ എന്റെ ലൈഫിൽ അല്ലെങ്കിൽ ചില തീരുമാനങ്ങൾ എന്റെ ലൈഫിൽ എടുത്തത്. സോ അതാണ് എനിക്ക് ഈ ഒരു റീഡിംഗിൽ ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടി റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെയാണ് ചില കാര്യങ്ങൾ എടുക്കുന്നത്. എന്തുമായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, സോ അത്രയൊരു സ്ട്രോങ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന് അത്രയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. എന്താണ് നിങ്ങളുടെ ലൈഫിൽ നെക്സ്റ്റ് സംഭവിക്കാൻ പോകുന്നത്? ഓൾറൈറ്റ്, നിങ്ങളുടെ ലൈഫിലെ ഇമോഷൻസിനേക്കാൾ കൂടുതൽ നിങ്ങൾ കുറെ കാര്യങ്ങൾ പ്രാക്ടിക്കലി ചിന്തിക്കുകയാണ്, നിങ്ങളുടെ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യത്തിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. കൂടുതൽ ക്യാഷ് ഉണ്ടാക്കുക, കൂടുതൽ ജോബിലേക്ക് ഫോക്കസ്ഡ് ആവുക, കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വേർഷൻ നിങ്ങൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യുക, നിങ്ങൾ അങ്ങനത്തെ കാര്യത്തിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ അവിടെ നിങ്ങൾക്കറിയാം എവിടെ നിങ്ങൾ നിങ്ങൾക്ക് ഇമോഷൻസ് ആരുടെ അടുത്തും വേണ്ട എന്നുള്ളതല്ല. സോ നിങ്ങൾ അങ്ങനെ ബ്ലോക്ക് ആക്കുന്ന ചില പ്ലേസും ആളുകളും സിറ്റുവേഷനും റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ്ഡ് ആവാൻ പോകുന്നത് നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ട് തോന്നുന്ന കാര്യത്തിലേക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അവിടെ മണി ഉണ്ടാവുന്നുണ്ട്, മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ആൻഡ് അഗൈൻ ലൈക്ക് ഇറ്റ്സ് എ കൺഫർമേഷൻ ഫോർ യു. നിങ്ങൾ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള സകല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സോ ബി റെഡി ഫോർ ദ സക്സസ്. ഓക്കെ, ഇത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. മേ ബി ലൈക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ഇല്ലാത്തൊരു കാര്യമായിരിക്കാം. ആൻഡ് ദാറ്റ് ഇസ് എക്സാക്ട്ലി യു ഗോണ ക്രിയേറ്റ് ഇറ്റ് അലോൺ. ഓക്കെ, നിങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ചില മാറ്റങ്ങളാണ്, നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങളാണ്. ഓക്കെ, സോ നിങ്ങൾ പോവേണ്ടതാണ്, നിങ്ങളുടെ ഒരു മസ്റ്റ് ആയിട്ടുള്ള ഒരു ജേർണിയാണ്. അതൊന്നല്ല, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു സോളിറ്റ്യൂഡ് പാത്ത് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ചില തീരുമാനങ്ങളൊക്കെ നിങ്ങൾ അത്ര സ്ട്രോങ് ആയിട്ട് നിങ്ങൾ എടുക്കുന്നുണ്ട്. ലൈഫിൽ നിങ്ങൾ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലൈഫ് ലെസൺ ഉള്ള ആളുകളാണ് ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, നിങ്ങൾ റിലേറ്റ് ചെയ്യുക, നിങ്ങൾ പല ലൈഫ് സിറ്റുവേഷനും വരുന്ന ആളുകളായിരിക്കാം, നിങ്ങളുടെ ഹെൽത്ത് ആയിരിക്കാം, നിങ്ങളുടെ കുറവുകളായിരിക്കാം. ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു ഡിസബിലിറ്റി ആണ് നിങ്ങളെ ഏറ്റവും വലിയ ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നതും നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷന് അത്യാവശ്യമായിട്ടുള്ള കാര്യമായിരിക്കാം. അത് നിങ്ങളുടെ ഡിസബിലിറ്റി ആയിരിക്കാം, നിങ്ങളുടെ ഒരു ഹെൽത്ത് സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകളായിരിക്കാം. നിങ്ങളുടെ ആ ഒരു ചേഞ്ചിന് ഇങ്ങനത്തെ കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര സ്ട്രോങ് ആയിട്ടൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങൾക്കത് വേണം. ഇങ്ങനത്തെ ഒരു സ്ട്രോങ് വേർഷനെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ. ഓക്കെ, റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ചില ആളുകളൊക്കെ നിങ്ങൾ ഒരു നല്ല ഫെയിമിലേക്കൊക്കെ വരേണ്ട ആളുകൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഫെയിം ഒക്കെ അട്രാക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, പെട്ടെന്ന് അറിയപ്പെടുക, പെട്ടെന്ന് അതുപോലത്തെ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എക്സാക്ട്ലി എക്സ്പെക്ട് ചെയ്യാം. നിങ്ങളുടെ ലൈഫിൽ ഒരു പൂക്കാലാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, ബ്ലോസമിങ്. ഓക്കെ, സോ ഒരു വൺ മാൻ ഷോ ഉണ്ടാവുന്നുണ്ട്. എക്സാക്ട്ലി, വൺ മാൻ ഷോ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ് വിൽ. ഓക്കെ, സോ നിങ്ങളൊരു ലൈക്ക് ഒരു മാജിഷ്യൻ പോലെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഒരു മാജിക് ഷോ നിങ്ങളുടെ ലൈഫിൽ നടത്തുന്നുണ്ട്. ഓക്കെ, എല്ലാവരുടെയും ശ്രദ്ധ കിട്ടുന്ന എന്തൊക്കെ ഒരു മാജിക് ഷോ നിങ്ങളുടെ ഉള്ളിൽ നടത്തുന്നുണ്ട്. നിങ്ങൾ മാജിക് ചെയ്യാന്നുള്ളതല്ല, അങ്ങനത്തെ എന്തൊക്കെ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനി ചേഞ്ച് ആക്കുകയാണ്. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ ഒരു സ്റ്റോറി റീറൈറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടേതാണെന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ, ബട്ട് നിങ്ങൾക്കത് വേണ്ട എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ഒരു ചാപ്റ്റർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അക്സെപ്റ്റൻസ്. ഓക്കെ, അഗൈൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡിസബിലിറ്റി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല എന്ന് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് അതിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് അത് നിങ്ങൾക്കൊരു കുറവല്ല, അത് നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രശ്നമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. സോ നിങ്ങൾ പല കാര്യത്തിനോടും റിയാക്ട് ചെയ്യുന്ന രീതിയിൽ, റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിൽ, പല കാര്യങ്ങളും നിങ്ങൾ കാണുന്ന രീതിയിലൊക്കെ നിങ്ങൾ മാറ്റം വരുത്തുന്നുണ്ട്. ഓൾറൈറ്റ്, അതാണ് നിങ്ങളുടെ മേജർ ചേഞ്ച് എന്ന് പറയുന്നതും അതാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ കാണുന്നത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടാണ് അത് സംഭവിക്കുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിന്റെ വളരെ കളർഫുൾ ആയിട്ടുള്ളതും ചാപ്റ്ററിലേക്കും കൂടിയാണ് നിങ്ങൾ വരുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരുപാട് ലൈം ലൈറ്റ് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ളതോ ഓർ നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അത്ര ഒരു അട്രാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ഗ്രൂപ്പ് നമ്പർ 3.
ഓക്കെ. സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഇനിയൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല, ഇതൊരു എൻഡ് ആണ്, ഇതിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കില്ല, ഓർ ചില നഷ്ടങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു ബ്ലെസ്സിങ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഐ നോ ദാറ്റ് ആ ഒരു പാത്ത് നിങ്ങൾക്ക് അത്ര ഈസി ആയിക്കൊള്ളണമെന്നില്ല. കാരണം നിങ്ങൾക്ക് കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. പക്ഷെ അത് അത്ര വലിയൊരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ പേ ഓഫ് ചെയ്യുന്നത്. അത്ര ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ വരുന്നത്. ഓക്കെ. സോ ചിലതിന് നമ്മൾ അത്ര സ്ട്രോങ് ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ തന്നെ പോകണം. നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ ലൈഫ് ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നു, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നു, നോർമൽ ആയിട്ട് തോന്നുന്നില്ല, ബിക്കോസ് യു ആർ നോട്ട് നോർമൽ. ഗ്രൂപ്പ് നമ്പർ 3. ഓൾറൈറ്റ്. സോ നിങ്ങൾ വളർന്നു വന്ന വീട്ടിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലാണ്, എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വീട്ടിലാണ് നിങ്ങൾ താമസിക്കാൻ പോകുന്നത്. ഒരു നോർമൽ വീട്ടിൽ ജീവിച്ചിട്ട് നിങ്ങൾ ഇനി ഒരു പാലസിലാണ് ജീവിക്കാൻ പോകുന്നത്. അത് നിങ്ങളുടെ വീടിന്റെ കാര്യം പറഞ്ഞതല്ല, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അങ്ങനെയാണ് റിലേറ്റ് ചെയ്യേണ്ടത്. സോ അങ്ങനത്തെ ഒരു ചേഞ്ചിലേക്കാണ് നിങ്ങൾ വരുന്നത്. സോ ഈ ഒരു ടൈമിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു, കരിയർ വൈസ് നിങ്ങൾ എവിടെ നിൽക്കുന്നു, നിങ്ങളുടെ പ്രൊഫഷൻ വൈസ്, നിങ്ങളുടെ ടാലന്റ്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഗ്രോ ചെയ്ത് കൊണ്ടുവരുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അതിനൊരു വിസിബിലിറ്റി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും കീപ് ഡൂയിങ് ഇറ്റ്. Okay, I remember one of my friend, she's very hardworking. ഞാൻ അവരുടെ ലൈഫിൽ പല സിറ്റുവേഷനും കണ്ടിട്ടുള്ളതാണ്. എങ്ങനെ ആ കുട്ടി പോയിട്ടുണ്ട്, ആൻഡ് എങ്ങനെ ആ കുട്ടി ചില കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്, ആൻഡ് ഹൗ ഷീസ് ബിൽഡിങ് ഹർ ലൈഫ് നൗ. ഓക്കെ. സോ അവരുടെ ഒരു ലൈഫാണ് എനിക്ക് ഈ ഒരു സമയത്ത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഷീസ് ഓൾസോ എ ഗ്രോയിങ് ഇൻഫ്ലുവൻസർ. സോ ഒരുപാട് ഡീമോട്ടിവേറ്റ് ആക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവുന്ന സമയത്തും വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ആ കുട്ടി പല കാര്യങ്ങളും ചെയ്യുന്നത്. ഓൾറൈറ്റ്. ആൻഡ് ഐ എം ഷുവർ ദാറ്റ് ഒരു ടൈമിൽ ഒരു ദിവസം അതൊക്കെ അതിന് തിരിച്ചു കിട്ടുന്ന ഒരു ടൈം ഉണ്ടായിരിക്കണം. ഓൾറൈറ്റ്. സോ അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫും കണക്ട് ചെയ്യേണ്ടത്. ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് റിസൾട്ട് ഇല്ല, പക്ഷെ അത് നിങ്ങൾ ജെന്യൂൻലി ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ അത്ര ആഗ്രഹത്തോട് കൂടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ഡ്രീമാണ് അതെങ്കിൽ നിങ്ങൾ അത്ര ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ചില ആളുകൾ നിങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ള ചില തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കാം റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫിൽ ചില സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ. എസ്പെഷ്യലി നിങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കീപ് ഡൂയിങ് ഈവൻ ഇഫ് യു കാൻ സീ പ്രോഗ്രസ് റൈറ്റ് നൗ. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ, എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചില കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നഷ്ടപ്പെടുത്തുന്നുണ്ടായിരിക്കണം ചില കാര്യങ്ങൾക്ക് വേണ്ടി, അതിനൊക്കെ നിങ്ങൾക്ക് വേണ്ട ഒരു പേ ഓഫ് ഉണ്ടായിരിക്കാം, വേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് അതിന് റിട്ടേൺ ആയിട്ട് കിട്ടും. ഓക്കെ. അത് ഡെഫിനറ്റ്ലി വർത്ത് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് ഗ്രൂപ്പ് നമ്പർ 3 അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ് ടേക്ക് കെയർ.